നമസ്കാരം, ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. എച്ചിപ്പാറ ചിമ്മിനി മേഖലയിൽ അതിശക്ത മഴ. എച്ചിപ്പാറ ചീനിത്തോട്ടിൽ മലവെള്ളപ്പാച്ചിൽ. കനത്ത മഴയെ തുടർന്ന് പീച്ചി ഡാം തുറന്നു. മണലി കരുവന്നൂർ പുഴകളിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യത. പ്രദേശവാസികൾ ജാഗ്രതാ നിർദ്ദേശം. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരോട് അപമര്യാദയെ പെരുമാറിയ ആളെ റിമാൻഡ് ചെയ്തു. പിടിയിലായത് വരന്തരപ്പള്ളി സ്വദേശി. നന്ദപുരം മാഞ്ഞൂരിൽ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. പ്രതിഷേധത്തിൽ നാട്ടുകാർ. BKMU പുതുക്കാട് മണ്ഡലം തല ശില്പശാല BKMU ദേശീയ സെക്രട്ടറി PK കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മറ്റത്തൂർ യൂണിറ്റ് സ്പെഷ്യൽ കൺവെൻഷൻ നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. എച്ചിപ്പാറ ചിമ്മിനി മേഖലയിൽ അതിശക്തമായ മഴ. ചിമ്മിനി വനത്തിൽ നിന്നും എച്ചിപ്പാറയിലൂടെ ഒഴുകുന്ന എച്ചിപ്പാറ ചീനിത്തോടിലൂടെ ഉണ്ടായ മലവെള്ളപ്പാച്ചിൽ ഭീതിപ്പെടുത്തുന്നതായി. വീതിയുള്ള തോട് കരകവിഞ്ഞൊഴുകി. വെള്ളം ചെളിയുമായി കലങ്ങിയാണ് കുതിച്ചെത്തുന്നത്. എച്ചിപ്പാറ സെന്ററിലെ മദ്രസയിലേക്കും വെള്ളം കയറി. ഇവിടെയുള്ള ഭക്ഷണപ്പുരയിലെ പാത്രങ്ങളും മറ്റും ഒഴുകി നടക്കുന്ന സ്ഥിതിയാണ്. എച്ചിപ്പാറ ചക്കുങ്ങൽ അയ്യൂബിന്റെ ഉൾപ്പെടെ 3 വീടുകളിൽ വെള്ളം കയറി. എച്ചിപ്പാറ സെന്ററിൽ നിന്നും സ്കൂളിലേക്ക് കടക്കുന്ന നടപ്പാലത്തിന്റെ മുകളിലൂടെയാണ് വെള്ളം ഒഴുകുന്നത്. ചിമ്മിനി ഡാമിൽ നിന്നും വെള്ളം ഒഴുകുന്ന പുഴയിലേക്കാണ് എച്ചിപ്പാറ ചീനിത്തോടും വന്നുചേരുന്നത്. വനമേഖലയിൽ ഉരുൾപൊട്ടിയതായി സ്ഥിരീകരിക്കാനായിട്ടില്ലെന്ന് ചിമ്മിനി അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ മുഹമ്മദ് റാഫി പറഞ്ഞു. മഴ ശമിച്ചാൽ ചൊവ്വാഴ്ച വനത്തിൽ പരിശോധന നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. വൃഷ്ടിപ്രദേശത്ത് കനത്ത മഴ തുടരുന്നതിനാൽ അധിക ജലം പുറത്തേക്ക് ഒഴുക്കി ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന് പീച്ചി ഡാം തുറക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉത്തരവിട്ടു. നിലവിലെ ജലനിരപ്പ് 78.25 മീറ്ററാണ്. പരമാവധി ജലനിരപ്പ് 79.25 മീറ്ററാണ്. പീച്ചി ഡാമിന്റെ റിവേഴ്സ് ലൂയിസ് തുറന്ന് പരമാവധി 0.5 മില്ലിമീറ്റർ ക്യൂബിക് ജലം KECBക്ക് വൈദ്യുതി ഉൽപാദനത്തിന് നൽകുന്നതിനും തുടർന്ന് ജലം പുഴയിലേക്ക് ഒഴുക്കിവിടാനും ഉത്തരവിട്ടിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ കനത്ത മഴ ഡാമിലെ ജലനിരപ്പ് ഉയർത്തിയതിനെ തുടർന്ന് റൂൾ കർവ് പ്രകാരം അനുവദനീയ സംഭരണ ശേഷിയായ 76.53 മീറ്ററിനേക്കാൾ 1.67 മീറ്റർ ജലം നിലവിൽ കൂടുതലാണ്. KECBയുടെ വൈദ്യുതി ഉൽപാദനത്തിന് പരിമിതമായ തോതിൽ ജലം നൽകുന്നുണ്ടെങ്കിലും ഡാമിലേക്കുള്ള ശക്തമായ നീരൊഴുക്ക് മൂലം ജലനിരപ്പ് ഉയരുന്ന സാഹചര്യവും വരും ദിവസങ്ങളിലെ കനത്ത മഴ സാധ്യത കണക്കിലെടുത്തുമാണ് നടപടി. സ്പിൽവേ ഷട്ടറുകൾ തുറന്ന് അധിക ജലം ഒഴുക്കുന്നത് മൂലം മണലി കരുവന്നൂർ പുഴകളിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങളും കുട്ടികളും പുഴയിൽ ഇറങ്ങുന്നതിനും കുളിക്കുന്നതിനും വസ്ത്രങ്ങൾ അലക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തി. പ്രളയ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒരുക്കുന്നത് ഉൾപ്പെടെയുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കും. മണലി കരുവന്നൂർ പുഴകളിൽ മത്സ്യബന്ധനത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. അപകട സാഹചര്യം നേരിടുന്നതിനാവശ്യമായ തയ്യാറെടുപ്പുകൾ സ്വീകരിക്കാൻ ജില്ലാ ഫയർ ഓഫീസർക്ക് നിർദ്ദേശം നൽകി. പീച്ചി ഡാമിലെ ജലനിരപ്പിന്റെ തോത് ഓരോ മണിക്കൂർ ഇടവേളകളിലും ജില്ലാ അടിയന്തര ഘട്ടകാര്യ നിർവഹണ കേന്ദ്രത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ ഇറിഗേഷൻ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകി. തൃശൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർക്കാണ് ചുമതല.
ഓർക്കുള്ള സ്റ്റെബിലൈസേഷൻ നോക്കിയത് പോകാനായിട്ടുള്ള ഒരു കന്നേറ്റ് ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരോട് അപമര്യാദയായി പെരുമാറിയ ആളെ റിമാൻഡ് ചെയ്തു. വരന്തരപ്പള്ളി സ്വദേശിയായ അഭിലാഷാണ് പിടിയിലായത്. ചാലക്കുടി പാപ്പാണി ജംഗ്ഷനു സമീപം ശനിയാഴ്ച വൈകുന്നേരമായിരുന്നു സംഭവം. തൃശൂർ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം ഉദ്യോഗസ്ഥരുടെ വാഹന പരിശോധനയ്ക്കിടെ വാഹനത്തിന്റെ ഡ്രൈവർക്ക് ലൈസൻസ് ഇല്ലെന്ന് ഉദ്യോഗസ്ഥർ കണ്ടെത്തി. ഇതിനിടയിൽ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന ഇയാൾ ഉദ്യോഗസ്ഥരോട് കയർക്കുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. പ്രതിയെ ചാലക്കുടി കോടതിയിൽ ഹാജരാക്കി കോടതി ഇയാളെ റിമാൻഡ് ചെയ്തു. നന്ദിപുലം മാഞ്ഞൂരിൽ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. അധികം താഴ്ചയില്ലാതെയാണ് പൈപ്പ് നിലനിൽക്കുന്നത്. മാസങ്ങൾ പിന്നിട്ടിട്ടും അധികൃതർ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രദേശവാസി ഷാജു നിരാഹാര സമരം ആരംഭിച്ചു. മാഞ്ഞൂർ 16-ാം വാർഡില് ഒരു വർഷക്കാലമായി പൈപ്പ് പൊട്ടി SNDP മുൻവശം വെള്ളം റോട്ടിലൂടെ വരന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വർഷക്കാലമായി വാട്ടർ അതോറിറ്റി സമരത്തിൽ നിന്നാണ് പറയുന്നത്. ഇതുവരെ നേരെയാക്കിയിട്ടില്ല, ഒന്നുമില്ല. അതൊരു മണ്ണ് വഴിക്കൂടെ ഒലിച്ചു പോകുന്നത്. അതായത് എൻ്റെ വീടിൻ്റെ മുമ്പിലേക്കാണ് ഈ വെള്ളം മുഴുവൻ ഒലിച്ച് ഇറങ്ങി വന്ന് ആ വഴിയിലൂടെ നടക്കാൻ പോലും പറ്റാത്ത വിധേന നിറച്ച് ചെളിയും മണ്ണും ഒക്കെ ഒലിച്ചുപോയി കുഴികളായി. വയസ്സായ കാരണന്മാരും അവരൊക്കെ സഞ്ചരിക്കുന്ന വഴിയാണ്. കുട്ടികളുണ്ട്, പഠിക്കാൻ പോകുന്ന കുട്ടികളുണ്ട്. ടാറിട്ട വഴിയിലെ പൈപ്പ് പൊട്ടി പോകുന്ന വെള്ളം ചെന്നെത്തുന്നത് മൺവഴിയിലോട്ടാണ്. ഇത് യാത്രാ ദുരിതമുണ്ടാക്കുന്നതായും പ്രദേശവാസികൾ പറഞ്ഞു. ഇതിങ്ങനെ പോയി തുടങ്ങി വെള്ളം ഒന്നാമത്തെ കാര്യം ഞങ്ങളൊക്കെ പൊക്കത്താണ് ഇതിൻ്റെ പൈപ്പിൻ്റെ കണക്ഷൻ വന്ന് നിൽക്കുന്നത്. ഇങ്ങനെ ഈ താഴത്തേക്ക് ഇങ്ങനെ വെള്ളം പോയിക്കൊണ്ട് പൊക്കത്തേക്ക് കണക്ഷൻ വെള്ളം കയറുന്നില്ല. അത് ഒരു കുറച്ച് പൈസ പെൻഡിങ് വന്നെന്ന് പറഞ്ഞിട്ട് അത് കട്ട് ചെയ്തവർ. ഇതേമാതിരി വെള്ളം പോണത് ഇത് അധികൃതർക്ക് നോക്കാൻ സമയമില്ല. കുറച്ച് ദിവസങ്ങളായി ഇപ്പോൾ പൊട്ടിപ്പോയി നന്നായിട്ട് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നു. മുമ്പ് കുറേശ്ശെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു വെള്ളം റോട്ടിലൂടെ. അപ്പോൾ അതൊക്കെ ചെന്നെത്തുന്നത് അവിടെ ഒരു മണ്ണിട്ട വഴിയുണ്ട്, അതിലേക്കാണ് വെള്ളം പോകുന്നത്. അത് പ്രൈവറ്റ് വഴിയാണ്. അപ്പോൾ അതിലാകെ ചെളിവിലാണ്. അപ്പോൾ ആൾക്കാർ അതിൽ വീഴുന്നുണ്ട്. ഞാൻ വന്ന് നോക്കുമ്പോൾ ഇവിടെ വെള്ളം നന്നായിട്ട് ശക്തിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനാണ് ആ ടയറിന് കെട്ടി വെറുതെ വെച്ചത്. കഴിഞ്ഞയാഴ്ച വാട്ടർ അതോറിറ്റിയിൽ നിന്നും ആളുകളെത്തി പരിശോധന നടത്തിയിരുന്നെന്നും കോൺട്രാക്ടർമാരുടെ സമരം നടക്കുന്നതിനാലാണ് നടപടിയെടുക്കാൻ സാധിക്കാത്തതെന്നുമാണ് വാർഡംഗം പറയുന്നത്. BKMU പുതുക്കാട് മണ്ഡലം തല ശില്പശാല BKMU ദേശീയ സെക്രട്ടറി PK കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. BKMU പുതുക്കാട് മണ്ഡലം സെക്രട്ടറി PM നിക്സൺ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യ പ്രഭാഷണം നടത്തി. NK സുബ്രൻ, KK സുബ്രൻ, VA വിജയൻ, NJ ജിജേഷ്, അജിത മാധവൻ, ബൈജു പൂങ്കാവനം, സുനന്ദ ശശി, VR രാജൻ, CK ആനന്ദ്, സുജ ആന്റണി എന്നിവർ നേതൃത്വം നൽകി. മണ്ഡലം ജോയിന്റ് സെക്രട്ടറി PC സാജു, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രജനി കരുണാകരൻ, AITUC മണ്ഡലം പ്രസിഡന്റ് TK ഗോപി, CPI അളകപ്പനഗർ വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി KR അനൂപ്, ജയന്തി സുരേന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. 5 വർഷമായി കല്ലൂർ മാവിൻചുവട് പ്രവർത്തിച്ചുവരുന്ന നേത്രാവിഷൻ ഒപ്റ്റിക്കൽസിന്റെ നവീകരിച്ച ഷോറൂം കല്ലൂർ സഹകരണ ബാങ്കിനു സമീപം പ്രവർത്തനം ആരംഭിച്ചു. നേത്രാവിഷൻ ഒപ്റ്റിക്കൽസിന്റെ ഉദ്ഘാടനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ മഞ്ഞളി നിർവഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കല്ലൂർ ഈസ്റ്റ് യൂണിറ്റ് പ്രസിഡന്റ് തിലകൻ അയ്യഞ്ചിറ, വ്യാപാരി വ്യവസായി കല്ലൂർ ഈസ്റ്റ് ജനറൽ സെക്രട്ടറി ജോയ് കാവിൽ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. റെനിൻ ജേക്കബിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. രാവിലെ 9:30 മുതൽ രാത്രി 8 വരെ BSc ഒപ്റ്റോമെട്രിസ്റ്റ് കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന സൌകര്യം ലഭ്യമാണ്. ആവശ്യക്കാർക്ക് അരമണിക്കൂറിനുള്ളിൽ കണ്ണടകൾ തയ്യാറാക്കി കൊടുക്കുന്നു. എല്ലാ കണ്ണടകൾക്കും 1 ഇയർ ഗ്യാരണ്ടി. കുട്ടികൾക്കും മുതിർന്നവർക്കും അനുയോജ്യമായ കണ്ണടകൾ, ബ്രാൻഡഡ് ലെൻസുകളടക്കം ലഭ്യമായ നേത്രാവിഷനിൽ ആവശ്യക്കാർക്ക് അരമണിക്കൂറിനുള്ളിൽ കണ്ണടകൾ തയ്യാറാക്കി നൽകും. നല്ല കണ്ണടകൾ കൊടുത്ത് ഏറ്റവും നല്ല രീതിയിൽ കണ്ണ് ടെസ്റ്റ് ചെയ്ത് അത് നല്ല രീതിയിലുള്ള കണ്ണടകൾ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് കല്ലൂര് പ്രവർത്തിച്ചിരുന്നു. പുതിയ ബിൽഡിങ്ങിലേക്ക് മാറിയിരിക്കുകയാണ്. എനിക്ക് കൃത്യമായിട്ട് നല്ല രീതിയിൽ അറിയാം. ഞാൻ ഇദ്ദേഹത്തിന്റെ കടയിൽ നിന്ന് തന്നെ കണ്ണട വാങ്ങിച്ചുപയോഗിക്കുന്ന ആളാണ്. ഞാനും എൻ്റെ ഭാര്യയും ഒക്കെ. നമ്മുടെ കല്ലൂരിനെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കാഴ്ച പ്രദാനം ചെയ്യുന്ന ഒരു സ്ഥാപനമായി ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം അത്യാവശ്യം വന്നു, എൻ്റെ കയ്യിലുണ്ടായിരുന്ന കണ്ണട താഴെ വീണ് പൊട്ടി.
സത്യം പറഞ്ഞാൽ പിന്നെ മൊബൈൽ നോക്കാനോ ഒന്നിനോ കാണുന്നില്ല. വല്ലാത്തൊരു കഷ്ടത്തിലായി. ആ സമയത്ത് എന്താ ചെയ്യുക, ഇനി പോയി ഡോക്ടറെ കണ്ട് ടെസ്റ്റ് ചെയ്ത് ഇതൊക്കെ ചെയ്തെന്ന് പറഞ്ഞപ്പോൾ കല്ലൂർ കണ്ണട ഉണ്ടല്ലോ, അവിടേക്ക് പോയാൽ പോരെന്ന് ചോദിച്ചു. ഞാൻ ഓടി വന്നപ്പോൾ എന്നിൽ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് അപ്പം തന്നെ ഒരു കണ്ണട എനിക്ക് തരികയും എൻ്റെ അന്നത്തെ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു. ഈ സ്ഥാപനം നല്ല രീതിയിൽ 5 വർഷത്തോളം ഇവിടെ സ്ഥാപനം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇനിയും ഉയർച്ചകളിലേക്ക് ഈ സ്ഥാപനം വളർന്ന് പന്തലിക്കട്ടെ എന്നുള്ള എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഹോം ഡെലിവറി സൗകര്യവും ഉണ്ട്. സന്ദർശിക്കുക നേത്രാവിഷൻ ഒപ്റ്റിക്കൽസ്, കല്ലൂർ സഹകരണ ബാങ്കിനു സമീപം. ഫോൺ നമ്പർ 8943683185. സർക്കാർ ജീവനക്കാർക്ക് വിരമിക്കുമ്പോൾ ലഭിക്കുന്ന പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മറ്റത്തൂർ യൂണിറ്റ് നടത്തിയ സ്പെഷ്യൽ കൺവെൻഷനിൽ ആവശ്യപ്പെട്ടു. ജില്ലാ വൈസ് പ്രസിഡന്റ് പി തങ്കം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ടി ബാലകൃഷ്ണ മേനോൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം കെ എം ശിവരാമൻ, കെ വി രാമകൃഷ്ണൻ, ടി എ വേലായുധൻ, പി വി പത്മനാഭൻ, പി എസ് സുരേന്ദ്രൻ, സി പി ത്രേസ്യ, കെ സുകുമാരൻ, ഐ ആർ ബാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. വലിയ ചർച്ച ഈ സമ്മേളനത്തിൽ കൂടി നമ്മൾ നടത്തുകയുണ്ടായി. അതിലെല്ലാം എല്ലാവരും പറഞ്ഞു നമുക്ക് ഒറ്റക്കെട്ടാവണം, നമ്മൾ തിരിയുന്ന പ്രശ്നമേ പാടില്ല, അതിശക്തമായി ആരാണോ ഭരിക്കുന്നത് എന്ന് നമുക്ക് നോക്കേണ്ടതില്ല, നമ്മളാണോ ഒറ്റക്കെട്ട്. എനിക്കാകെ റിട്ടയർ ചെയ്ത ശേഷം ആകെ മാനസികമായിട്ട് ഇനി എന്തിനെന്നൊരു തോന്നല്. പക്ഷെ അതൊക്കെ വളരെ വ്യത്യസ്തമായിക്കൊണ്ട് നമ്മുടെ ശിവരാമേട്ടൻ തങ്ക ടീച്ചറും അടങ്ങുന്ന നമ്മുടെ ബ്ലോക്ക് സമിതി ബാലകൃഷ്ണ ഭാഷ തീരുമാനിച്ചു. വരന്തരപ്പള്ളി AH സ്കൂളിലെ 1983 SSLC ബാച്ചിലെ രണ്ടാമത് സ്നേഹ സംഗമം ആമ്പല്ലൂരിൽ സംഘടിപ്പിച്ചു. മിമിക്രി കലാകാരനും സിനിമാ നടനുമായ ബിജേഷ് ചേളാരി ഉദ്ഘാടനം നിർവഹിച്ചു. ചെന്നായിപ്പാറ ആകാശപ്പറവകൾ ദിവ്യഹൃദയാശ്രമത്തിന്റെ ഡയറക്ടർ ഫാദർ ജോഷി മുഖ്യാതിഥിയായിരുന്നു. മഹാസംഗമത്തോടനുബന്ധിച്ച് വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി. രാജു ഡേവിസ്, തോമസ് തേറാട്ടിൽ, ബാബു മൊയലൻ, ജോൺസൺ നൊട്ടൻ, CK ബിന്ദുമോൾ, VV അമ്പിളി എന്നിവരും സംഘാടക സമിതിയും സംഗമത്തിന് നേതൃത്വം നൽകി. ബിജേഷ് ചാളാരിയുടെ മിമിക്രിയും ശിങ്കാരിമേളം, നാടൻപാട്ട്, സിനിമാറ്റിക് ഡാൻസ്, വഞ്ചിപ്പാട്ട്, സ്കിറ്റ് എന്നിവയും ഉണ്ടായിരുന്നു. പുതുക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ചെങ്ങാലൂർ ആയുർവേദ ആശുപത്രിയിൽ നടന്ന കർക്കിടക ആയുർവേദ കഞ്ഞി വിതരണം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു, പഞ്ചായത്ത് അംഗങ്ങളായ ഷാജു കാളിയങ്കര, രതി ബാബു, ടീന തോബി, പ്രീതി ബാലകൃഷ്ണൻ, രശ്മി ഷീഷോപ്പ്, സെക്രട്ടറി ഉമ ഉണ്ണികൃഷ്ണൻ, ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PK കവിത, യോഗ പരിശീലകൻ TU രജീഷ് എന്നിവർ പ്രസംഗിച്ചു. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ആലങ്ങാട് ശങ്കര UP സ്കൂളിൽ ദശപുഷ്പ പ്രദർശനം നടത്തി. സ്കൂളിലെ LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ ദശപുഷ്പങ്ങൾ ശേഖരിച്ച് സ്കൂളിൽ പ്രദർശനം ഒരുക്കി. പുഷ്പങ്ങളെക്കുറിച്ചുള്ള വിവരണവും തയ്യാറാക്കിയിരുന്നു. പ്രധാന അധ്യാപിക ശ്രീകല, അധ്യാപകരായ സത്യനാരായണൻ, S മായ, T മഞ്ജുഷ, KR രാഗി, ലൈബി വർഗീസ് എന്നിവർ നേതൃത്വം നൽകി. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിന്റെ നേതൃത്വത്തിൽ മരത്തോമ്പിള്ളി ഇടവന മഹാവിഷ്ണു ക്ഷേത്രത്തിൽ രാമായണ മാസാചരണം നടത്തി. ആധ്യാത്മിക പ്രഭാഷക സുദർശന രഘുനാഥ് വനമാലി രാമായണ സന്ദേശം നൽകി. മരത്തമ്പിള്ളി NSS കരയോഗം പ്രസിഡന്റ് സദാശിവൻ കുറുവത്ത് അധ്യക്ഷത വഹിച്ചു. ഗ്രാമസമിതി പ്രസിഡന്റ് K ശശിധരൻ ദീപപ്രജ്വാലനം നിർവഹിച്ചു. വന്ദന രമേശ്, ഗ്രാമസമിതി സെക്രട്ടറി പ്രീത വിനേഷ്, നീതു വിജേഷ്, നിഷാദ്, വൈസ് പ്രിൻസിപ്പൽ അജി വേണുഗോപാൽ, അധ്യാപികമാരായ ശ്രീവിദ്യ, മീനാക്ഷി അയ്യർ, അനുപമ രാജഗോപാൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിലെ സ്കൂൾ തല ശാസ്ത്രമേളയായ ശാസ്ത്രജ്യോതി 2024 സംഘടിപ്പിച്ചു. റിട്ടയർഡ് സയന്റിസ്റ്റ് TR ഗോവിന്ദൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാലയ സമിതി പ്രസിഡന്റ് TC തിലകൻ അധ്യക്ഷത വഹിച്ചു. 32 ഇനങ്ങളിലായി LP, UP, ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ 500-ലധികം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു.
വിവേകാനന്ദ ട്രസ്റ്റ് ട്രഷറർ കെ എസ് സുകേഷ്, സ്കൂൾ മാനേജർ സി രാഗേഷ്, പ്രിൻസിപ്പൽ കെ ആർ വിജയലക്ഷ്മി എന്നിവർ പ്രസംഗിച്ചു. നിങ്ങൾ സംസാരിക്കുന്നതിലും എഴുതുന്നതിലും ഭക്ഷണം പാകം ചെയ്യുന്നതിലും ഭക്ഷണം കഴിക്കുന്നതിലും പഠിക്കുന്നതിലും ഉറങ്ങുന്നതിൽ പോലും സയൻസ് ഉണ്ട്. ഗണിതാശയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കോടാലി GLP സ്കൂളിലെ കുട്ടികൾ തയ്യാറാക്കിയ ഗണിത ജാലം എന്ന ഭീമൻ പുസ്തകം വേറിട്ട കാഴ്ചയായി. സ്കൂളിലെ ഗണിത ക്ലബിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് ഭീമൻ പുസ്തകം ഒരുക്കിയത്. PTA വൈസ് പ്രസിഡന്റ് ഷാജു കൊഴുവേലി ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക TM ശകുന്തള അധ്യക്ഷത വഹിച്ചു. ഗണിതജാലം എന്ന ഭീമൻ പുസ്തകം ചടങ്ങിൽ പ്രകാശനം ചെയ്തു. ഗണിതാസ്വാദനത്തിനായി ഗണിത ക്ലബിലെ കുട്ടികളുടെ നേതൃത്വത്തിൽ ജാമീതീയ രൂപങ്ങളിലുള്ള വിഭവങ്ങൾ ഉൾപ്പെടുത്തി ഫുഡ് ഫെസ്റ്റും നടത്തി. അധ്യാപകരായ PV രേവതി, EM ഗീതു എന്നിവർ പ്രസംഗിച്ചു. വിൻസെന്റ് വാൻ ഗോഗ് ഓർമ്മ ദിനത്തിന്റെ ഭാഗമായി വേലുപ്പാടം സെന്റ് ജോസഫ് HSS സ്കൂളിലെ കുട്ടികൾ തയ്യാറാക്കിയ ഭീമൻ സൂര്യകാന്തി ചിത്ര പ്രദർശനം നവ്യാനുഭവമായി. വിൻസെന്റ് വാൻ ഗോഗ് ഓർമ്മ ദിനത്തിന്റെ ഭാഗമായി വേലുപ്പാടം സെന്റ് ജോസഫ് HSS സ്കൂളിലെ ചിത്രകലാ അധ്യാപകനായ ക്രിസ്റ്റോ ജോസിന്റെ നേതൃത്വത്തിലാണ് വാൻ ഗോഗ് സൂര്യകാന്തി സ്മരണ എന്ന ഭീമൻ ചിത്ര പ്രദർശനം സംഘടിപ്പിച്ചത്. പ്രധാന അധ്യാപകൻ ജോഫി സി മഞ്ഞളി ഉദ്ഘാടനം നിർവഹിച്ചു. 130 വിദ്യാർത്ഥികൾ വരച്ച ചാർട്ട് സൈസ് ചിത്രങ്ങൾ കൂട്ടിച്ചേർത്താണ് ഇത്തരത്തിൽ ഒരു ഭീമൻ ചിത്രം നിർമ്മിച്ചത്. വാൻഗോഗിന്റെ പ്രശസ്ത ചിത്രങ്ങളായ സൺഫ്ലവർ, സ്റ്റാറി നൈറ്റ് എന്നിവയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് വരയ്ക്കാനുള്ള ചിത്രം മാഷും കുട്ടികളും രൂപകൽപ്പന ചെയ്തത്. മഞ്ഞൾപ്പൊടി, മണ്ണ്, കോഫി പൗഡർ, കോട്ടൺ തുണി, ക്രയോൺസ് എന്നിവയാണ് നിറം നൽകാൻ ഉപയോഗിച്ചത്. പുതിയ ശൈലിയിൽ ചിത്രം വരയ്ക്കാനും ഒരു ചാർട്ടളവിൽ സ്വന്തമായി ഒരു ചിത്രം പൂർത്തിയാക്കുന്നതുമായ അനുഭവമാണ് കുട്ടികൾക്ക് ലഭ്യമായത്. ഭീമൻ ചിത്രത്തിന്റെ ഡോക്യുമെന്റേഷൻ വഴി വാൻ ഗോഗ് എന്ന ചിത്രകാരനെ ഓർക്കാനും അറിയാനുമുള്ള അവസരം ഒരുക്കുക എന്നതാണ് ഈ പ്രവർത്തനത്തിലൂടെ ലക്ഷ്യം വെച്ചതെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. പാരീസ് ഒളിമ്പിക്സിനോടനുബന്ധിച്ച് നന്ദിപുരം ഗവൺമെന്റ് UP സ്കൂളിൽ ദീപശിഖ ജ്വലിപ്പിച്ചു. പ്രധാന അധ്യാപിക VA ശ്രീജയ ഒളിമ്പിക്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവച്ചു. സ്പോർട്സിന്റെ ചുമതലയുള്ള അധ്യാപിക ജിസ്ന തോമസ് ഒളിമ്പിക്സ് ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്ന ഒളിമ്പിക്സ് താരങ്ങളുടെ ചിത്രങ്ങളും വിജയാശംസകളും അടങ്ങിയ പോസ്റ്ററുകൾ കുട്ടികൾ തയ്യാറാക്കി. തുറവ് കൂട്ടായ്മയുടെ സ്നേഹാദരവ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു, വർഗീസ് തെക്കേത്തല, രമ്യ കിളിയാറ, വിജയകുമാർ പുതുക്കാട്ടിൽ എന്നിവർ പ്രസംഗിച്ചു. BMS പുതുക്കാട് മേഖലയിലെ വിവിധ യൂണിറ്റുകളുടെ കുടുംബ സംഗമം സംഘടിപ്പിച്ചു. BMS ജില്ലാ അധ്യക്ഷൻ KV വിനോദ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ സെക്രട്ടറി ഉണ്ണി പുതിയടത്ത്, പ്രസിഡന്റ് വിമൽ കൊരട്ടിക്കാടൻ, TI നാരായണൻ, ഷാജു, മണികണ്ഠൻ, പ്രദീപ്, സംഗമേശ്വരൻ, ലക്ഷ്മി, സനിത എന്നിവർ പ്രസംഗിച്ചു. അളഗപ്പ് നഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിൽ 1ാം വർഷ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. കോളേജ് ഗവേണിംഗ് കൗൺസിൽ ചെയർമാൻ ജോസ് കോനിക്കര ഉദ്ഘാടനം നിർവഹിച്ചു. പ്രിൻസിപ്പൽ NJ സാബു അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ ഫാദർ ജോജോ എടത്തിരുത്തി, PTA പ്രസിഡന്റ് ഷിൻഡോ മാത്യു, ഇലക്ട്രിക്കൽ HOD NP സെബി, മെക്കാനിക്കൽ HOD CJ സിൻഡോ, സിവിൽ HOD CJ സിനോ ഫ്രാൻസിസ് എന്നിവർ സന്നിഹിതരായി. മറ്റത്തൂർ കൃഷിഭവൻ പരിധിയിൽപ്പെട്ട കർഷകരെ ഓഗസ്റ്റ് 17 കർഷക ദിനത്തിൽ ആദരിക്കും. മികച്ച നെൽ കർഷകൻ, കർഷക തൊഴിലാളി, സമ്മിശ്ര കർഷകൻ, ജൈവ കർഷകൻ, വനിതാ കർഷക, മുതിർന്ന കർഷകൻ, SC/ST കർഷകൻ, യുവ കർഷകൻ, പച്ചക്കറി കൃഷി കർഷകൻ, കുട്ടി കർഷകൻ, ക്ഷീര കർഷകൻ, പാടശേഖര സമിതി, മികച്ച കാർഷിക പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന സ്കൂൾ എന്നീ ഇനങ്ങളിലാണ് ആദരിക്കുന്നത്. അവാർഡിനുള്ള അപേക്ഷകൾ ഓഗസ്റ്റ് 10 വരെ കൃഷിഭവനിൽ സ്വീകരിക്കും. കാലാവസ്ഥ: ഇന്ന് കൂടിയ ചൂട് 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 25 ഡിഗ്രി സെൽഷ്യസ്. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിലെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള SC വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഞ്ചായത്ത് ഭരണസമിതി നിർദ്ദേശിക്കുന്ന സെന്ററുകളിൽ വിവിധ വിഷയങ്ങൾക്ക് ട്യൂഷൻ നൽകുന്നതിന് ട്യൂട്ടർമാരെ തിരഞ്ഞെടുക്കുന്നതിന് അപേക്ഷ ക്ഷണിക്കുന്നു. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമോ BEdോ ഉള്ളവർക്ക് അപേക്ഷിക്കാം. 4000 രൂപയാണ് ഓണറേറിയം. ട്യൂഷൻ സമയം തിങ്കൾ മുതൽ ശനി വരെ, വൈകിട്ട് 5 മുതൽ 7 വരെ.
പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ളവർക്ക് മുൻഗണനയുണ്ട്. യോഗ്യരായവർ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ, ബയോഡാറ്റ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം ഓഗസ്റ്റ് 1 രാവിലെ 11 മണിക്ക് പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ഹാജരാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് പഞ്ചായത്ത് ഓഫീസുമായോ 7518914482 9961048246 എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടാം. ചാലക്കുടി ഗവൺമെന്റ് വനിതാ ITIയിൽ ഡ്രാഫ്റ്റ്മാൻ, സിവിൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ്, ഇന്റീരിയർ ഡിസൈൻ ആൻഡ് ഡെക്കറേഷൻ, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി എന്നീ ട്രേഡുകളിലേക്ക് ജൂലൈ 31 പ്രവേശനം നേടാം. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ നിശ്ചിത ഫീസ്, അസൽ രേഖകളുടെ പകർപ്പുകൾ എന്നിവ സഹിതം രാവിലെ 9 ഓഫീസിൽ ഹാജരാകണം. ഫോൺ നമ്പർ 048027000816. സ്വർണ്ണവില: സ്വർണം ഗ്രാമിന് 6340 രൂപ, പവന് 50,720 രൂപ. പുലക്കാട്ടുകര തൊട്ടിപ്പറമ്പിൽ പ്രഭു അന്തരിച്ചു. 50 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ബിന്ദുവാണ് ഭാര്യ. ആതിര, ആദർശ് എന്നിവർ മക്കളും സുജിത് മരുമകനുമാണ്. മുപ്ലിയം ഉപ്പുഴി പാറയ്ക്കൽ പരേതനായ മാണി ഭാര്യ തങ്ക അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ജലജ, ശ്രീനിവാസൻ എന്നിവർ മക്കളും ശിവൻ, ദിവ്യ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. എച്ചിപ്പാറ ചിമ്മിനി മേഖലയിൽ അതിശക്ത മഴ. എച്ചിപ്പാറ ചീനിത്തോട്ടിൽ മലവെള്ളപ്പാച്ചിൽ. കനത്ത മഴയെ തുടർന്ന് പീച്ചി ഡാം തുറന്നു. മണലി, കരുവന്നൂർ പുഴകളിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യത. പ്രദേശവാസികൾ ജാഗ്രതാ നിർദ്ദേശം. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരോട് അപമര്യാദയെ പെരുമാറിയ ആളെ റിമാൻഡ് ചെയ്തു. പിടിയിലായത് വരന്തരപ്പള്ളി സ്വദേശി. നന്ദപുരം മാഞ്ഞൂരിൽ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. പ്രതിഷേധത്തിൽ നാട്ടുകാർ. BKMU പുതുക്കാട് മണ്ഡലം തല ശില്പശാല BKMU ദേശീയ സെക്രട്ടറി PK കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മറ്റത്തൂർ യൂണിറ്റ് സ്പെഷ്യൽ കൺവെൻഷൻ നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.